പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു 3 സോളാർ പമ്പുകളാണ്. 1 ഇഞ്ച് ഡെലിവറിയിൽ മാക്സിമം 16 മീറ്റർ ഹെഡും. ഇത് 24 വോൾട്ടിൻ്റെ ഒറ്റ പാനലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന മോഡലാണ്. 43.4 ഇപ്പോൾ ഒരു ഒറ്റ പാനലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. BLDC 2 മോഡലുകളാണ് നമ്മൾ ആദ്യം ഒറ്റ പാനലിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. ഇത് 240 വാട്ട്സും ഇത് 200 വാട്ട്സുമാണ് കമ്പനി പറയുന്നത്. ആദ്യം പതിയെ ഡ്രൈവ് ആയിട്ടായിരിക്കും അതിന് പയ്യെ അതിൻ്റെ സ്പീഡിലേക്ക് വരിക. ഇപ്പോൾ ചിലർ മീൻകുളത്തിലെ സർക്കുലേഷൻ പർപ്പസ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പമ്പുകൾ ഇത് കൊണ്ടുപോകുന്നുണ്ട്. മറ്റേ പമ്പിൻ്റെ ഇപ്പോൾ 2 പമ്പിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിസ്ചാർജ് വലിയ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കൈ വെക്കാതെ തന്നെ വെള്ളം ചാടിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു 3 സോളാർ പമ്പുകളാണ്. ഒന്ന് ഏറ്റവും ബഡ്ജറ്റ് രീതിയിലുള്ള ഒരു 24 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ ബ്രഷ് ടൈപ്പ് DC മോട്ടർ. 1 ഇഞ്ച് ഡെലിവറിയിൽ മാക്സിമം 16 മീറ്റർ ഹെഡും ആവറേജ് ഒരു 6000 ലിറ്റർ ഡിസ്ചാർജുമാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇത് 24 വോൾട്ടിൻ്റെ ഒറ്റ പാനലിൽ നിന്ന് വർക്ക് ചെയ്യുന്ന മോഡലാണ്. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആക്ച്വലി 2 പാനലുകൾ മേളിലുണ്ട്. പാനലൊന്ന് കാണിച്ചത് 390 വാട്ട്സിൻ്റെ ലൂമിനസിൻ്റെ 2 പാനലുകൾ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള 3 മോഡലുകളിൽ ആദ്യത്തെ 2 മോഡൽ 24 വോൾട്ടിൻ്റെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരെണ്ണം ബ്രഷ് ടൈപ്പ് മോട്ടറും ബാക്കി 2ഉം BLDC മോട്ടറുമാണ്, ബ്രഷ്ലെസ് മോട്ടറുമാണ്. അപ്പോൾ ഈ 2 മോട്ടറുകൾക്ക് 24 വോൾട്ടിൻ്റെ ഒറ്റ പാനൽ മതി. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു പാനലിൽ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് ഈ 2 മോട്ടറുകളും റൺ ചെയ്യും. മൂന്നാമത് നമുക്ക് വരുന്നത് 48 വോൾട്ട് 400 വാട്ട്സിൻ്റെ 2 ഇഞ്ച് ഡെലിവറിയുടെ പമ്പാണ്. ഇതൊരു പ്രോപ്പറായിട്ടുള്ളൊരു കൃഷി ആവശ്യത്തിന് നമ്മളൊരു നോർമൽ 2 മോണോബ്ലോക്ക് പമ്പുകൾ വെച്ചിട്ട് എങ്ങനെയാണോ ഡിസ്ചാർജ് കിട്ടുക അതേപോലെ തന്നെ 10-15,000 ലിറ്ററിനടുത്ത് ഡിസ്ചാർജ് ഉള്ള ഒരു മോഡലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം പ്രൈസ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 4000 സംതിങ്, ഇതൊരു 9000 രൂപ പ്രൈസ് റേഞ്ചും, ഇത് ഏകദേശം 12000 രൂപ പ്രൈസ് റേഞ്ചും. അപ്പോൾ ഈ 3 മോഡലുകൾ നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കും. ആദ്യത്തെ 2 മോഡലുകൾ ഒറ്റ പാനലിൽ നിന്നും ഈ മൂന്നാമത്തെ മോഡൽ 2 പാനലിൽ നിന്നായിരിക്കും നമുക്ക് വർക്ക് ചെയ്യുക. ബിനിച്ചേട്ടനുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നമ്മൾ പാനലിൽ നിന്ന് കണക്ഷൻ കൊടുത്ത് അതിൻ്റെ വോൾട്ടേജൊക്കെ ആദ്യം കാണിച്ചു തരാം. മോട്ടർ എടുക്കുന്ന ആംബിയറും അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ പാനൽ. 390 വാട്ട്സിൻ്റെ ലൂമിനസിൻ്റെ 2 പാനലാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ കണക്ഷൻസൊക്കെ ഡിസ്കണക്ട് ചെയ്തിട്ടു. ആദ്യം നമ്മൾ ഒറ്റ പാനലിൽ നിന്ന് നമ്മൾ ആ പറയുന്ന ചെറിയ മോഡലുണ്ടല്ലോ, ആ ചെറിയ ബ്രഷ് ടൈപ്പ് DC മോട്ടറും രണ്ടാമത്തെ ബ്രഷ്ലെസ് ടൈപ്പ് BLDC 2 മോഡലുകളാണ് നമ്മൾ ആദ്യം ഒറ്റ പാനലിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 2 പാനലിനും കണക്ഷൻ കൊടുത്തിട്ട് 2 പാനലിൽ നിന്നുള്ള 48 വോൾട്ടിൻ്റെ മോഡലും വർക്ക് ചെയ്യിച്ച് കാണിച്ചു തരാം. ഇതിലിപ്പോൾ നിലവിൽ എത്ര വോൾട്ടാണ് വരുന്നത്? ഇതിപ്പോൾ ഏകദേശം ഒരു ഉച്ച സമയമാണ്, 1 മണി സമയമാണ്. അതിൽ വരുന്ന വോൾട്ടേജ് എത്രയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ബാക്കിയുള്ള കണക്ഷൻസ് എല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ടു. അപ്പോൾ ഈ വരുന്ന ഒരു ഒറ്റ പാനലിൽ നിന്നുള്ള ലൈനാണ് നിൽക്കുന്നത്. ഇതിൽ നിലവിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43.4 ഇപ്പോൾ ഒരു ഒറ്റ പാനലിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ നമ്മുടെ മോഡൽ 24 വോൾട്ടാണ്. മാക്സിമം 80 വോൾട്ട് വരെയാണ് അതിന് താങ്ങാനുള്ള കപ്പാസിറ്റി. അതായത് 24 to 80 വോൾട്ടുള്ള വോൾട്ടേജ് വേരിയേഷൻസ് അത് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഈ ഒറ്റ പാനലിൽ നിന്ന് നമ്മുടെ കണക്ഷൻ കൊടുത്തിട്ട് മോട്ടർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിനിച്ചേട്ടൻ താഴെയുണ്ട്. ബിനിച്ചേട്ടൻ അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന 3 DC പമ്പുകളുടെ കമ്പാരിസനാണ്. അതിൽ ഒന്ന് ബ്രഷ് ടൈപ്പ് DCയും ബാക്കി 2 ബ്രഷ്ലെസ് DCയുമാണ്. ബ്രഷ് ടൈപ്പ് DCയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് എപ്പോഴും ഒരു കോൺടാക്ട് ബ്രഷ് ഉണ്ടാവും. അത് ഇപ്പോൾ നമ്മുടെ മിക്സിയുടെ അല്ലെങ്കിൽ ഡ്രില്ലിൻ്റെ ഒക്കെ കാർബൺ പോലൊരു കാർബൺ ബ്രഷ് ഉണ്ട്. അത് ലോങ് റണ്ണിൽ തേയ്മാനം കൊണ്ട് അതിന് എറർ സംഭവിക്കും. ബ്രഷ് തേയ്മാനം വന്ന് മോട്ടോർ വർക്ക് ചെയ്യാതാവും, പിന്നെ ബ്രഷ് ചേഞ്ച് ചെയ്യണം, അങ്ങനെയുള്ള. BLDCക്കാണെങ്കിൽ ആ പ്രശ്നമില്ല. നമുക്ക് ഏതായാലും ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം രണ്ടിൻ്റെയും തമ്മിലുള്ള പെർഫോമൻസ്. ഇത് 12 മീറ്റർ ഹെഡും ഇത് മാക്സിമം 16 മീറ്റർ ഹെഡുമാണ്. രണ്ടും 24 വോൾട്ട്. ഇത് 240 വാട്ട്സും ഇത് 200 വാട്ട്സുമാണ് കമ്പനി പറയുന്നത്. ഇനി നമുക്കിവിടെ സോളാറിൽ നിന്നുള്ള ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ DC നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 43 വോൾട്ട് ആ പാനലിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മോട്ടറിൽ കണക്ട് ചെയ്ത് നോക്കാം. നമുക്ക് അതിൻ്റെ സപ്ലൈ ഒന്ന് കണക്ട് ചെയ്യാം. DC ആയതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് പിരിക്കാം, പേടിക്കണ്ട. മോട്ടർ ഡ്രൈവായി. വേണേച്ചാൽ ഒന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇനി ഒന്നും കൂടെ തിരിച്ചു വന്നേ. അപ്പോൾ ഇനി ആ മോട്ടറിൻ്റെ ആംബിയർ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 10 ആംബിയറാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം വോൾട്ടേജ് നോക്കാം. പോസിറ്റീവ് നെഗറ്റീവ്. ആദ്യം 17.6
17 പോയിൻറ്റ് സംതിങ് വോൾട്ടേജിലേക്ക് പാനൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആംബിയർ എത്രയാണെന്ന് നോക്കാം. 9.6 ആണ് മോട്ടർ എടുക്കുന്ന ആംബിയർ കറണ്ട്. DC 9.5 ആംബിയറാണ്. 10 ആംബിയറാണ് മോട്ടർ കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 9.5 ആംബിയറിലാണ് ഈ മോട്ടർ ഡിസ്ചാർജ് തരുന്നത്. ആ മോട്ടറിൻ്റെ ഡിസ്ചാർജ് കാണാം. ഒരു 1/2 HP മോട്ടറിൻ്റെ റേഞ്ച് വെച്ച് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നല്ല ഡിസ്ചാർജ് ഉണ്ട്. ഇപ്പോൾ എടുക്കുന്നത് 9 ആംബിയർ 9.5 ആംബിയർ ആ റേഞ്ചിലാണ് DC. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു സിംഗിൾ പാനൽ 24 വോൾട്ടിൻ്റെ ഒരു സിംഗിൾ പാനൽ വെച്ചിട്ട് ഒരു ഡൊമസ്റ്റിക് പർപ്പസ് റേഞ്ചിൽ ഉപയോഗിക്കാം. കാരണം ഈ മോട്ടറിൻ്റെ വില വരുന്നത് ഏകദേശം 4000 സംതിങ് 5000 താഴെ വരുന്നുള്ളൂ. പാനലിന് ഏകദേശം 15 രൂപ 13-15 ആ റേഞ്ചിലാണ് പാനലിൻ്റെ വില. അപ്പോൾ ഒരു എക്കണോമി രീതിയിൽ ഒരു 20 രൂപയ്ക്ക് നമുക്കിത് 20 രൂപ തീരില്ല. കാരണം കേബിളിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് വില വരും. കേബിളിന് 6ൻ്റെ 100 സംതിങ് ഒരു മീറ്റർ കേബിളിന് വില വരുന്നുണ്ട്. ഐസൊലേറ്റർ കാര്യങ്ങളെല്ലാം എങ്ങനെയാണെങ്കിലും ഒരു 20-22 രൂപയിൽ മൊത്തം വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഒരു എക്കണോമി റേഞ്ചിൽ. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ BL DC മോട്ടർ, ബ്രഷ്ലെസ് DC മോട്ടർ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇനി ബിനിച്ചേട്ടൻ രണ്ടാമത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന BLDC പമ്പാണ്. നമ്മളിപ്പോൾ ഒരു ടെസ്റ്റിംഗ് ഡ്രമ്മിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ആ ജോയിൻറ്റ് വരുന്ന ഭാഗത്ത് നമ്മുടെ വാട്ടർ ടേപ്പ് അടിച്ച് വെള്ളത്തിൽ കിടന്നാലും പ്രശ്നമില്ലാത്ത ടൈപ്പ് നമ്മുടെ സാധാരണ സബ്മേഴ്സിബിൾ പമ്പുകൾക്ക് അടിക്കുന്ന ജോയിൻറ്റ് അടിച്ചിട്ട് വേണം ഇറക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ ജോയിൻറ്റ് വെള്ളത്തിന് പുറത്ത് വരുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. പിന്നെ നിങ്ങൾക്കൊരു കണ്ടിന്യൂസ് ഡ്യൂട്ടി പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും BLDC തന്നെയായിരിക്കും നല്ലത്. ഇപ്പോൾ ചിലർ മീൻ കുളത്തിലെ സർക്കുലേഷൻ പർപ്പസ് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ പമ്പുകൾ ഇത് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയുള്ള പർപ്പസുകൾക്കെല്ലാം BLDC കണ്ടിന്യൂസ് ഡ്യൂട്ടി പമ്പുകൾ തന്നെയായിരിക്കും നല്ലത്. ബ്രഷ് ടൈപ്പ് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ലൈഫ് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ലൈഫ് കുറഞ്ഞു വരും. ഇപ്പോൾ രണ്ടാമത്തെ മോഡൽ കണക്ട് ചെയ്യുകയാണ്. ഞാൻ അതിൻ്റെ പൈപ്പിലുള്ള ഡിസ്ചാർജ് കാണിക്കാം. എല്ലാം ഡ്രൈവ് ഉള്ള പമ്പുകളാണ്. അപ്പോൾ ആദ്യം പതിയെ ഡ്രൈവ് ആയിട്ടായിരിക്കും അതിന് പയ്യെ അതിൻ്റെ സ്പീഡിലേക്ക് വരിക. ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു സ്പീഡിലേക്കല്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, അത് പയ്യെ 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 ഡ്രൈവ് ആയിട്ടാണ് വെള്ളത്തിൻ്റെ ഒരു സ്പീഡ് കൂടി വരുന്നത്. ഇതുണ്ട്. ഇതിപ്പോൾ ഈവൻ നമുക്കറിയാവുന്ന പോലെ തന്നെ SMBS വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധാരണ കറണ്ടിലും കൊടുത്ത് വർക്ക് ചെയ്യിക്കാം. മറ്റേ പമ്പിൻ്റെ ഇപ്പോൾ 2 പമ്പിനും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിസ്ചാർജ് വലിയ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലാസ്റ്റിംഗ് കിട്ടുക ഈ പമ്പിനായിരിക്കും. അതായത് BLDC പമ്പുകൾക്ക് സാധാരണ ബ്രഷ് ടൈപ്പ് DC മോട്ടറിനേക്കാൾ 2 ആംബിയർ തന്നെയാണ് 9 ആംബിയർ തന്നെയാണ് കറണ്ട് എടുക്കുന്നുള്ളൂ. പക്ഷേ ബ്രഷ് ടൈപ്പ് പമ്പുകൾക്ക് അതിൻ്റേതായ ലാസ്റ്റിംഗ് കൂടുതലുണ്ടാവും. ഇത് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു കൃഷി ആവശ്യത്തിനൊക്കെ ഒരു 10 വേണ്ട 12 മീറ്ററാണ് മാക്സിമം ഹെഡ് പറയുന്നത്. അപ്പോൾ ഒരു 7 മീറ്ററൊക്കെ ആഴമുള്ളൊരു കിണറിൽ നിന്ന് അത്യാവശ്യം ഒരു 10-20 മീറ്ററൊക്കെ പൈപ്പിട്ട് നനയ്ക്കാനായിട്ട് ഈസി ആയിട്ട് ഇത് മതി. നല്ല ഡിസ്ചാർജ് ഉണ്ട്, വെള്ളം പറ്റി പോകും. ഇപ്പോൾ പമ്പ് അതിൻ്റെ മാക്സിമം ഡ്രൈവിലാണ് 9.3 ആംസ് ആണ് കൺസ്യൂം ചെയ്യണത്. ഇത് ഈ പറഞ്ഞ പോലെ 1/2 HP മോഡലിന് ഈക്വലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷേ വില കൊണ്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇതിന് 9,000 രൂപ ഈ പമ്പിന് വില വരുന്നുണ്ട്. മറ്റേത് 4,500 രൂപ വില വരുന്ന സ്ഥാനത്ത് ഇത് 9,000 ഇരട്ടി വ്യത്യാസം വില വരുന്നത്. പക്ഷേ പമ്പിന് ലൈഫും കാര്യങ്ങളും കൂടുതലുണ്ടാവും. ഡയറക്റ്റ് പാനലിൽ നിന്നാണ്. ഇപ്പോൾ വെയിലുള്ളപ്പോൾ മാത്രമേ പമ്പിങ് നടക്കുള്ളൂ. സന്ധ്യയായിട്ട് വെള്ളം അടിക്കാൻ നോക്കിയാൽ നടക്കില്ല. പകലുള്ള സമയത്ത് ടാങ്ക് എപ്പോഴും ഫില്ല് ചെയ്യും. സപ്ലൈ ഇല്ലാത്ത സ്ഥലത്ത് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക. അതാണ് മെയിനായിട്ട് DC പമ്പുകളുടെ ഗുണം. ഇനി നമുക്ക് അടുത്ത് 48 വോൾട്ടിൻ്റെ 2 ഇഞ്ച് ഡെലിവറി ഉണ്ട്, അത് നോക്കാം. സാധാരണ നമ്മുടെ ഒരു 2.5 ഇപ്പോൾ ദിവസം മേളിലിട്ട് 2 പാനലും സീരിയസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 48 വോൾട്ടിൻ്റെ മോട്ടറാണ് അടുത്ത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വോൾട്ടേജ് നോ ലോഡിലുള്ള വോൾട്ടേജ് നോക്കാം. നോ ലോഡിൽ ഡിസ്പ്ലേ നോക്കിക്കോളൂ. 80 സംതിങ് വോൾട്ട് വരും നോ ലോഡ് വരുമ്പോൾ. 84.6 വോൾട്ട് നോ ലോഡിലുണ്ട്. അപ്പോൾ നമുക്കിനി പമ്പ് ലോഡ് ചെയ്ത് നോക്കാം. ഫുൾ ലോഡായി. 9.9.
അപ്പോൾ മോട്ടർ ഡ്രൈവായി നമുക്കിപ്പോൾ അതിൻ്റെ ഫുൾ പവറിൽ മോട്ടർ റൺ ചെയ്യുന്നുണ്ട്. പിന്നെ അത് ആ പുറത്തോട്ടൊന്ന് കാണിച്ചു, പുറത്തേക്ക് കൂടുതൽ അടച്ചു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടച്ചു പിടിച്ചാൽ പൈപ്പ് തള്ളിപ്പോവും. അടച്ചു പിടിക്കാൻ സാധിക്കില്ല ഈ പമ്പ്. നീ കൈ വെക്കാതെ തന്നെ വെള്ളം ചാടിക്കുന്നത്. നല്ല ഡിസ്ചാർജ് കാണുന്നുണ്ട്. വെള്ളം പറ്റിയ അപ്പോൾ ക്ലാസിക്കിൻ്റെ ബ്രാൻഡിൽ വരുന്ന 3 പമ്പുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരെണ്ണം സാധാരണ ബ്രഷ് ടൈപ്പ് DC മോട്ടറാണ്, 4000 സംതിങ് റേറ്റ് വരുന്നത്. രണ്ടാമത്തതും മൂന്നാമത്തതും BLDC പമ്പുകളാണ്. ഒരു പ്രോപ്പർ കൃഷി ആവശ്യത്തിനൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിന് 2 പാനൽ വെച്ച്, 2 പാനൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 26,000 രൂപയൊക്കെ പാനലിന് വരും. പിന്നെ മോട്ടറിന് ഏകദേശം ഒരു 12,000 രൂപയൊക്കെ മോട്ടറിന് വരും. പിന്നെ അതിൻ്റെ കേബിള് മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ അതൊരു സ്ഥിരം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നിങ്ങൾ രാവിലെ വെയിലുള്ളൊരു സമയത്ത് മാത്രമാണ് വർക്ക് ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻസാണ്. BLDC ആണ് ഇപ്പോൾ പുതിയ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ BLDC പമ്പുകളാണ്. ഇനി ഈവൻ ഇത് സാധാരണ കറണ്ടിൽ ഇപ്പോൾ ഇൻവെർട്ടറൊക്കെ ഉള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് SMBS വെച്ച് ഓടിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന മോഡൽസും ഉണ്ട്. ഇതെല്ലാം SMBSൽ ഓടും. എങ്കിലും ഒരു വീട്ടാവശ്യത്തിനേക്ക് കുറച്ചുകൂടെ ഹെഡ് കൂടിയ ടൈപ്പ് നമുക്കൊരു 2 ആമ്പിയർ അല്ലെങ്കിൽ 3 ആമ്പിയർ വരെ ലോഡ് ചെയ്യാവുന്ന AC കറണ്ട് ലോഡ് ചെയ്യാവുന്ന BLDC പമ്പുകളുണ്ട്. അപ്പോൾ ഇൻവെർട്ടറിലൊക്കെ ഈസി ആയിട്ട് ഓടും. സാധാരണ AC മോട്ടറുകൾ വരുന്ന പോലെ 3 ഇരട്ടി കറണ്ട് എടുത്ത് സ്റ്റാർട്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഈ ടൈപ്പ് BLDCക്ക് ഇല്ല. നിങ്ങളിപ്പോൾ കണ്ട പോലെ തന്നെ അത് ഇൻബിൽറ്റ് ഡ്രൈവാണ്. അപ്പോൾ സ്ലോലി ആമ്പിയർ പിക്ക് ചെയ്ത് വരുന്ന കാരണം ഇൻവെർട്ടർ ഓവർലോഡ് ആവുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ tundathilradars.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റിൽ ഈ പറഞ്ഞ മോഡൽസ് എല്ലാം ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് കാർഡ് പേയ്മെൻറ്റ് എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാവുന്നേ ഉള്ളൂ. സർവീസ് ഇതിനെല്ലാത്തിനും 1 ഇയർ സർവീസാണ് വരുന്നത്, 1 ഇയർ വാറണ്ടിയാണ് വരുന്നത്. എന്തെങ്കിലും കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് തിരിച്ചയച്ചിട്ട് നമ്മൾ കമ്പനിയിലേക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുവരെയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ കംപ്ലയിൻറ്റുകളുള്ള മോഡലല്ല, അതിനങ്ങനെ കംപ്ലയിൻറ്റ്സ് ഒന്നും വരാറേ ഇല്ല. പ്രത്യേകിച്ച് BLDC റേഞ്ചിന് ഇതിന് ലൈഫ് കുറവായ കാരണം ഒരു കണ്ടിന്യൂസ് ഓപ്പറേഷൻ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ലൈഫ് കുറവായിരിക്കും. ഒരു 2 വർഷം 3 വർഷമൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ കാർബൺ പ്രഷർ റീപ്ലേസ്മെൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. BLDCക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അപ്പോൾ തീർച്ചയായിട്ടും കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു സൊല്യൂഷൻ തപ്പി നടക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.